ബ്ലാക്ക് കോഫി. എനിക്ക് ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം. കോഫി ഈസ് എ ഹഗ് ഇൻ എ മഗ്. ഈ കോഫി ഇന്ത്യയിൽ എങ്ങനെ വന്നു എന്നറിയാവോ? ഇതെവിടെയാണോ ഇതിന്റെ ഒറിജിൻ, ഇതിന്റെ ഉറവിടം എവിടെയാണെന്നറിയാവോ? താടിക്കുള്ളിൽ ഒരു 7-8 പച്ച കാപ്പിക്കുരു ഒളിപ്പിച്ച് അവിടെ നിന്നും ഇന്ത്യയിലേക്ക് എത്തി. നമ്മുടെ സ്കിൻ കെയറിനെയും നമ്മുടെ ഹെൽത്തിനെയും ഒക്കെ കോഫി എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു 5-6 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് ഇതൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. കോഫി കുടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കോഫി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കോഫി നമ്മളിൽ ഓൾമോസ്റ്റ് ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മളിൽ ഒരുപാട് ആൾക്കാർക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു ഭക്ഷണ പാനീയമാണല്ലേ കോഫി എന്ന് പറയുന്നത്. ചിലർക്ക് ഇത് ബെഡ് കോഫി ആയിട്ട് വേണം, എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുടിക്കുന്നവരുണ്ട്. എന്നാൽ ഇത് എനർജി ഡ്രിങ്ക് ആയിട്ട് ഇതിനെ കുടിക്കുന്ന ആൾക്കാരുണ്ട്. ബ്ലാക്ക് കോഫി. എനിക്ക് ബ്ലാക്ക് കോഫിയാണ് ഇഷ്ടം. എന്നാൽ ഇത് മിൽക്ക് കോഫി ആയിട്ട് കുടിക്കുന്നവരുണ്ട്. അത് മാത്രമല്ല, കോഫി വെച്ചിട്ട് പല വെറൈറ്റി ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടാക്കുന്നുമുണ്ട്. എന്നാൽ ഈ കോഫി പ്രിയമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കോഫി ഹെൽത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോഫി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഈ കോഫിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടും കേൾക്കുന്നുണ്ട്. സോ നമ്മൾ എന്നും യൂസ് ചെയ്യുന്ന, നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും എല്ലാ ദിവസവും യൂസ് ചെയ്യുന്ന ഈ കോഫി ഇന്ത്യയിൽ എങ്ങനെ വന്നു എന്നറിയാവോ? ഇതെവിടെയാണോ ഇതിൻ്റെ ഒറിജിൻ, ഇതിൻ്റെ ഉറവിടം എവിടെയാണെന്നറിയാവോ? അതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. കോഫി, കാപ്പിപ്പൊടി അല്ലെങ്കിൽ കാപ്പി, അതെങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഉറവിടം എവിടെയാണ്? അതിനെക്കുറിച്ച് മെയിനായിട്ട് 2 കഥകളാണ് ഉള്ളത്. ആദ്യത്തേത് നടക്കുന്നത് എത്യോപ്യയിലാണ്. AD 880. എത്യോപ്യയിലെ കാഫ എന്ന പ്രദേശത്ത് കൽബി എന്നൊരു ആട്ടിടയൻ ഉണ്ടായിരുന്നു. ആ ആട്ടിടയൻ തൻ്റെ ആടുകളെ മേച്ച് നടക്കുമായിരുന്നു. അപ്പോഴാണ് തൻ്റെ ആടുകളിൽ ഒന്ന് ഒരു ചെറിയ ചുവന്ന നിറത്തിലുള്ള ഒരു പഴം കഴിക്കുന്നത് കണ്ടത്. അത് കഴിച്ച ഉടനെ ആ ആട് കുറച്ചുകൂടി എനർജറ്റിക് ആകുന്ന രീതിയിൽ ആ ആട്ടിടയന് തോന്നി. ആ ആട്ടിടയൻ അതിൽ കുറച്ച് ചുവന്ന പഴങ്ങൾ പറിച്ച് അവിടെ അടുത്തുള്ള ഒരു പള്ളിയിലെ പാതിരിയെ ഏൽപ്പിച്ചു. അങ്ങനെ അവിടെ നിന്നുമാണ് നമ്മുടെ ഈ കാപ്പിപ്പൊടി അല്ലെങ്കിൽ കാപ്പി ഉണ്ടായതെന്നാണ് ഒരു കഥയുള്ളത്. ഈ കഥയാണ് മെയിനായിട്ട് നമ്മൾ കേൾക്കുന്നത്. എന്നാൽ അടുത്തൊരു കഥ എന്ന് പറയുന്നത് യമനിലാണ്. സൗഖ്യ ചികിത്സ കൊണ്ട് പേര് കേട്ട ഷെയ്ഖ് ഒമർ എന്നയാൾ എന്തോ ഒരു അജ്ഞാത കാരണത്താൽ തൻ്റെ സമുദായത്തിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അങ്ങനെ അയാൾ ഗുഹാവാസത്തിന് നിർബന്ധിതനാകുന്നു. ഗുഹാവാസത്തിനിടയിൽ വെച്ച് ഒരു ചുവന്ന ചെറിയ പഴങ്ങൾ അദ്ദേഹം കഴിക്കാനിടയായി. അങ്ങനെ ആ പഴങ്ങൾ കുറച്ച് രാത്രിയത്തെ അത്താഴത്തിന് വേണ്ടിയിട്ട് കയ്യിൽ കരുതുകയും ചെയ്തു. ഷെയ്ഖ് ഒമർ ആ പഴങ്ങൾ തീയിലിട്ട് വറുക്കുകയും അത് പൊടിച്ച് വെള്ളത്തിൽ യോജിപ്പിച്ച് കുടിക്കുകയും ചെയ്തു. എന്നാൽ ആ ഒരു പാനീയം കുടിച്ചതിന് ശേഷം ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ ഊർജ്ജത്തോടു കൂടി നിൽക്കാൻ ഷെയ്ഖ് ഒമറിന് കഴിഞ്ഞു ആ പാനീയം കൊണ്ട്. അത് ഷെയ്ഖ് ഒമറിന്റെ സമുദായത്തിലെ ആൾക്കാർ അറിയുകയും അദ്ദേഹത്തെ സമുദായത്തിൽ തിരിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കോഫി ഉണ്ടായത് എന്നൊരു മറ്റൊരു കഥയുമുണ്ട്. ഇതിലേത് കഥയാണ് ആദ്യം നടന്നത് എന്നതിൽ സംശയമാണ്. എന്നാൽ കാപ്പിച്ചെടി എത്യോപ്യനാണ്. എന്നാൽ അത് നമ്മളിപ്പോൾ ഉണ്ടാക്കി കുടിക്കുന്ന ആ ഒരു രീതി, ആ ഒരു പ്രോസസ്സ് യമൻ്റേതു. എന്നാൽ ഈ ഫോറിനറായ നമ്മുടെ കാപ്പിപ്പൊടി എങ്ങനെ ഇന്ത്യയിലെത്തി, അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് നോക്കാം. 17-ാം നൂറ്റാണ്ടിൽ ബാബ ബുദാൻ എന്ന് പറയുന്ന സൂഫി സന്യാസി മക്കയിലേക്കൊരു തീർത്ഥയാത്ര നടത്തി. തിരിച്ചുള്ള യാത്രയിൽ അദ്ദേഹം യമനിലെ തുറമുഖ നഗരമായ മോക്കയിൽ വെച്ച് കോഹ എന്നു പേരുള്ള ഒരു ഇരുണ്ട നിറത്തിലുള്ള പാനീയം കുടിക്കാനിടയായി. കോഫിക്ക് വളരെയേറെ പേരുകേട്ട ഒരു വ്യാപാര നഗരമാണ് കോഹ. അത് മാത്രമല്ല, മോക്ക എന്ന് പറയുന്നത് കാപ്പിക്കുരുവിന്റെ ഉറവിടം കൂടിയായിരുന്നു. അവിടുത്തെ കാപ്പിക്ക് വളരെയേറെ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാപ്പി മറ്റു രാജ്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ വളരാതിരിക്കാൻ അവിടെ നിന്ന് കാപ്പിക്കുരു ഉണക്കിയാണ് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും പച്ച കാപ്പിക്കുരു കൊണ്ടുപോകുന്നത് വളരെയേറെ കുറ്റകരവുമായിരുന്നു. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന ബാബ ബുദാൻ തൻ്റെ താടിക്കുള്ളിൽ 7-8 പച്ച കാപ്പിക്കുരു ഒളിപ്പിച്ച് ഇന്ത്യയിലേക്ക് എത്തി. കർണാടകയിലെ ചിക്മംഗ്ലൂരിലാണ് ബാബ ബുദാന്റെ ആശ്രമമുള്ളത്. അവിടെയുള്ള ആശ്രമത്തിന്റെ അടുത്തുള്ള മലനിരകളിൽ ബാബ ബുദാൻ ഈ 7-8 പച്ച കാപ്പിക്കുരു വെച്ച് കൃഷി ആരംഭിച്ചു. എന്നാൽ അതിൽ നിന്നും പതിയെ അത് വലിയ തോട്ടങ്ങളിലേക്ക് വളരാനും തുടങ്ങി. 17-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ഇന്ത്യയിലെ അപ്പർ ക്ലാസ് ആളുകൾക്കിടയിൽ കാപ്പി വളരെയേറെ പ്രചാരത്തിലെത്തി. മുഗൾ രാജകുടുംബങ്ങളിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പാനീയമായി കാപ്പി മാറി. അങ്ങനെ ഇന്ത്യ സന്ദർശിച്ച പല യൂറോപ്യൻസും ഇന്ത്യയിൽ പലതരത്തിലുള്ള കാപ്പികൾ എത്തിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും മുഗൾ സാമ്രാജ്യത്തിന്റെ പതനവും കാപ്പിയുടെ ഈ ഒരു പ്രചാരത്തിന് ഇടിവുണ്ടാക്കി. എന്നാൽ അതേ ബ്രിട്ടീഷുകാർ തന്നെയാണ് ദക്ഷിണേന്ത്യയിൽ പലതരത്തിലുള്ള കാപ്പി തോട്ടങ്ങൾ സ്ഥാപിച്ചത്. പിന്നീട് 200 വർഷങ്ങൾക്ക് ശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടുകൂടി ആ കാപ്പിയുടെ പഴയ പ്രതാപം വീണ്ടെടുത്തു. 19-ാം നൂറ്റാണ്ടോടുകൂടി ഇന്ത്യയുടെ പല ഹോട്ടലുകളിലും കാപ്പി വിഭവങ്ങൾ ഉണ്ടായി തുടങ്ങി. അങ്ങനെ അത് സാധാരണക്കാരന്റെ ഒരു ഡ്രിങ്ക് അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ഒരു പാനീയമായിട്ട് കാപ്പി മാറി.
എന്നാൽ ഇന്ന് മൺസൂൺ മഴ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇന്ത്യയിലെ രാജ്യത്തിലെ ഏറ്റവും വലിയ കാപ്പി ഉൽപ്പാദനം നടക്കുന്നത്. 16 തരത്തിലുള്ള കാപ്പി ചെടികൾ ഇന്ത്യയിലുണ്ടെങ്കിലും പ്രധാനമായും അറേബിക്ക, റോബസ്റ്റ എന്നീ 2 ഇനങ്ങളിലുള്ള കാപ്പികളുടെ ഉൽപ്പാദനമാണ് കൂടുതലായിട്ടും ഇവിടെ നടക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാപ്പി ഉൽപ്പാദകരാണ് നമ്മുടെ രാജ്യം. 1906 ഇൻസ്റ്റന്റ് കോഫി കണ്ടുപിടിച്ചത്. എന്നാൽ 1822 ഫ്രഞ്ചുകാർ ഫിൽട്ടർ കോഫി ഉണ്ടാക്കുന്ന ഫിൽട്ടർ മെഷീൻ കണ്ടുപിടിച്ചു. എന്നാൽ ഇറ്റലിക്കാരാണ് അതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി വിതരണം ചെയ്തത്. കോഫി എങ്ങനെയാണ് നമ്മുടെ ഹെൽത്തിനെയും സ്കിൻ കെയറിനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മുടെ ഒരു കപ്പ് സാധാരണ കോഫിയിൽ 115 mg ആണ് കഫെയിൻ അടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഒരു ഫിൽറ്റർ കോഫിയിൽ 80 mg കഫെയിനും ഒരു ഇൻസ്റ്റന്റ് കോഫിയിൽ 65 mg കഫെയിനുമാണ് ഉള്ളത്. നമ്മുടെ കോഫി ഞാൻ പറഞ്ഞു നമ്മുടെ സ്കിൻ കെയറിന് ഒരുപാട് നമ്മുടെ സ്കിൻ കെയറിന് പറ്റിയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ളതാണ് കോഫി പൗഡർ അല്ലെങ്കിൽ കോഫി എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്, ഫേസിന്റെ സ്കിൻ ടോണിൽ വരുന്ന ഡിഫറൻസ്, വെയിലേറ്റ് ഉണ്ടാകുന്ന ഡാമേജ്, കരുവാളിപ്പ്, പിന്നെ അണ്ടർ ഐ പഫിനസ് അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റമാണ് കോഫി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോഫി പൗഡർ എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം റോ ആയിട്ടുള്ള കോഫി ബീൻസ് ഉണ്ടല്ലോ അത് മേടിച്ച് അത് വാങ്ങി പൊടിച്ച് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. നേരത്തെ പറഞ്ഞു ഹൈപ്പർ പിഗ്മെന്റേഷന് നമ്മുടെ കോഫി വളരെ യൂസ്ഫുൾ ആണെന്ന്. കാരണം ആന്റി ഓക്സിഡൻസിന് റിച്ച് ആയിട്ടുള്ള ഒന്നാണ് കോഫി പൗഡർ എന്ന് പറയുന്നത്. കോഫി പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡൻസ് നമ്മുടെ ഹൈപ്പർ പിഗ്മെന്റേഷനെയും ഡാർക്ക് സ്പോട്ടിനെയൊക്കെ പ്രിവെന്റ് ചെയ്യുന്നു. അത് മാത്രമല്ല നമ്മുടെ അണ്ടർ ഐയിൽ വരുന്ന പഫിനസ് അങ്ങനെ ഒരുപാട് യൂസ് ആണ് നമുക്ക് കോഫി കൊണ്ടുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നൊരു രീതി ഇതാണ്. കുറച്ച് തൈര്, ഷുഗർ, ഹണി, പിന്നെ കുറച്ച് കോഫി പൗഡറും കൂടി ഈ 4ഉം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. ഒരു 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ്സ് വരെ അപ്ലൈ ചെയ്യണം. അതിനുശേഷം നമ്മൾ 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സർക്കുലർ മോഷനിൽ ഒരു 10 to 20 സെക്കൻഡ്സ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം ഒന്ന് വാഷ് ചെയ്യാം. ഇത് നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ ഫിംഗേഴ്സിൻ്റെ പുറകിൽ, കൈമുട്ട്, കാൽമുട്ട്, ലിപ്സ്, അണ്ടർ ഐസ്, ഈ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഈ ഏരിയാസിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെയും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ വീക്ക്ലി ട്വൈസ് ആണ് ചെയ്യേണ്ടത്. 2 തവണ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. സ്കിന്നിൻ്റെ ബ്രൈറ്റനിങ് എഫക്റ്റാണ് ഈ ഒരു മാസ്ക് തരുന്നത്. ബട്ട് ഒരുപാട് മുഖക്കുരുള്ള ആൾക്കാരാണെങ്കിൽ തൈര് അത് ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ. ഈ പറഞ്ഞ മാസ്ക് നമുക്ക് 15 മിനിറ്റ് ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാവുന്നതായിരിക്കും. പിന്നെ നമുക്ക് കംപ്ലീറ്റ് ഫേസിൽ ഇടണമെന്നില്ല. നമ്മുടെ ബോഡിയിൽ, ഫേസിൽ മാത്രമല്ല നമ്മുടെ ബോഡിയിൽ എവിടെയൊക്കെ പിഗ്മെന്റേഷൻ ഉണ്ടോ, നമ്മുടെ എൽബോ, കൈമുട്ടിൽ, കാൽമുട്ടിൽ, ഫിംഗേഴ്സിൽ, നമ്മുടെ ലിപ്സിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്യുന്നതാണ്. പിഗ്മെന്റഡ് ആയിട്ടുള്ള ഭാഗത്തും മാത്രമായിട്ട് നമുക്ക് കോഫി പൗഡർ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതിന് പുറമെ നമുക്ക് വേറെയും രീതിയിൽ കോഫി മാസ്കും കോഫി സ്ക്രബ്ബേഴ്സും ഉപയോഗിക്കാം. അതായത് നമുക്ക് തരികളോട് കൂടിയ കോഫി പൗഡർ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഹണി ആഡ് ചെയ്യുക. ഹണി ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ തേൻ നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ് തരുന്നത്. സോ ഇത് രണ്ടും കൂടി നമുക്ക് മിക്സ് ചെയ്തിട്ട് സ്ക്രബ്ബർ പോലെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഈവൻ ഇപ്പോൾ തേൻ ഇല്ലെങ്കിൽ നമുക്ക് അതിന് പകരം പാലോ വെള്ളമോ റോസ് വാട്ടർ, പനിനീരോ നമുക്ക് ആഡ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ജെന്റിലായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്യുക. സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിനുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത്. ആൻഡ് കോഫിയിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു കഫെയിനിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അത് മാത്രമല്ല നമുക്കൊരു ഗ്ലോ തരുകയും ചെയ്യും. അത് മാത്രമല്ല ഫേസിൽ ടോക്സിൻസ് ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യാനും കഫെയിൻ സഹായിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസിൽ മാത്രമല്ല നമുക്ക് കൈമുട്ട്, കാൽമുട്ട്, എൽബോ, ഫിംഗേഴ്സ്, ലിപ്സ് അവിടെയൊക്കെ നമുക്ക് കോഫി പൗഡർ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു 5-6 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡ് ഇതൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ സ്ക്രബ്ബർ നമുക്ക് വീക്ക്ലി വൺസ്, ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതിയാവും. നമ്മുടെ അണ്ടർ ഐയിലെ പഫിനസ് മാറാനായിട്ട് നമുക്ക് കോഫി ചെറുതായിട്ട് പൊടിച്ച് കോഫി ഒന്ന് ചൂടാക്കുക. അതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് അണ്ടർ ഐയിൽ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഫുള്ള് അണ്ടർ ഐയിൽ മാത്രമല്ല നമുക്ക് ഫുള്ള് ഒരു സർക്കുലർ മോഷനിൽ നമുക്കതൊന്ന് കണ്ണിന് ചുറ്റും നമ്മളതൊന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അണ്ടർ ഐയുടെ ആ പഫിനസും നമ്മുടെ കണ്ണിൻ്റെ ഒരു പഫിനസും ഒക്കെ മാറി കിട്ടുന്നതായിരിക്കും. ഞാൻ സ്കിൻ കെയറിൻ്റെ കുറച്ച് കോഫിയുടെ ടിപ്സ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് സ്കിൻ കെയറിന് മാത്രമല്ല നമ്മുടെ കോഫി നമ്മുടെ ഹെൽത്തിന് നമ്മുടെ ഇൻടേക്ക് നമ്മൾ കോഫി കഴിക്കുന്നതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കോഫി ഈസ് എ ഹഗ് ഇൻ എ മഗ്. കോഫിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ഫ്രേസ് ആണല്ലേ അത്. നമ്മുടെ മൂഡും എനർജിയും ഒക്കെ ഒരുപോലെ ഉയർത്തുന്ന ഒന്നാണ് നമ്മുടെ ഈ കോഫി എന്ന് പറയുന്നത്. എന്നാൽ ഈ കോഫിക്ക് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യുന്നു, വെയിറ്റ് ലോസിന് സഹായിക്കുന്നു, നമ്മുടെ മെന്റൽ ഫോക്കസിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു, നമ്മുടെ എക്സസൈസ് പെർഫോമൻസ്, അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ നമ്മളൊരു ഗ്ലാസ് കോഫി കുടിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നമുക്ക് ആ വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി കുറച്ച് കൂടുതൽ കിട്ടുന്നതായിരിക്കും. സോ ഇതൊക്കെ നമ്മുടെ കോഫി കുടിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ ബെനിഫിറ്റ്സ് ആണ്.
ഈ ഇത്രയും ബെനിഫിറ്റ്സ് നമുക്ക് കോഫിയിൽ നിന്ന് കിട്ടുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് കോഫിയിൽ അടങ്ങിയിട്ടുള്ള കഫെയിൻ തന്നെയാണ്. കോഫി നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്നത് ഹൃദയത്തിന് വളരെ നല്ലതെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അത് മാത്രമല്ല, ഹൃദ്രോഗത്തിനുള്ള സ്ഥിരമായി കോഫി അല്ലെങ്കിൽ റെഗുലറായിട്ട് കോഫി കുടിക്കുന്നവരിൽ ഹൃദ്രോഗത്തിനുള്ള സാധ്യത കുറവാണ്. കൊളസ്ട്രോൾ, പ്രമേഹം, തലച്ചോറിനെ ബാധിക്കുന്ന പല അസുഖങ്ങൾ ഇവയ്ക്കൊക്കെയുള്ള സാധ്യത വളരെ കുറവെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ആൻഡ് കോഫിക്ക് നമുക്ക് ഇത്രയും ബെനിഫിറ്റ്സ് തരുന്നതിനുള്ള പ്രധാന ഘടകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഫെയിനും ആൻറ്റി ഓക്സിഡൻസുമാണ്. പക്ഷേ നമ്മൾ കോഫി കുടിക്കുന്നതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുടിക്കുന്ന അളവ്, അതിനൊരു കൺട്രോൾ വേണം. അതിന് എങ്ങനെ കുടിക്കുന്നു എന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓൾമോസ്റ്റ് മിക്ക ആൾക്കാരും ബ്ലാക്ക് കോഫി ലവേഴ്സ് ആയിരിക്കും, മിൽക്ക് കോഫി കുടിക്കുന്നവരുണ്ടാകും. ബട്ട് മിൽക്ക് കോഫി കുടിക്കുന്നവരാണെങ്കിൽ അവർക്ക് പ്രമേഹം, കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. കാരണം അതിൽ നമ്മൾ ഉപയോഗിക്കുന്ന പാല്, ഷുഗറിൻ്റെ ക്വാണ്ടിറ്റി അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ മാക്സിമം ബ്ലാക്ക് കോഫി കുടിക്കാൻ നോക്കുക. അല്ലെങ്കിൽ മിൽക്ക് കോഫി കുടിക്കുന്നെങ്കിൽ അതിലുള്ള നമ്മൾ ഷുഗറൊക്കെ ആഡ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റ് വെക്കുക. കോഫിയുടെ ഗുണങ്ങൾ നമുക്ക് ദോഷമായി മാറുന്നത് അതിലധികമായിട്ട് മിൽക്കും ഷുഗറും ഒക്കെ ആഡ് ചെയ്യുമ്പോഴാണ്. സോ അതിൽ ആഡ് ചെയ്യുന്ന ഈ ഐറ്റം ഷുഗറിൻ്റെയും മിൽക്കിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി ഒന്ന് കുറച്ചാൽ അത്രയധികം പ്രശ്നം നമുക്ക് കോഫി കൊണ്ട് വരത്തില്ല. എന്നാൽ നമ്മുടെ സാധാരണ കോഫിയിലുള്ള കുറച്ച് കെമിക്കൽസ് കൊളസ്ട്രോൾ കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ കോഫി ആയിരിക്കും. സ്റ്റഡീസ് പറയുന്നത് ഫിൽറ്റർ കോഫിയാണ് സാധാരണ കോഫിയേക്കാളും ബെറ്റർ എന്നാണ്. കാരണം നമ്മൾ സാധാരണ കോഫി പൗഡർ ഫിൽറ്റർ എടുക്കുന്നതാണല്ലോ ഫിൽറ്റർ കോഫി. അങ്ങനെ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ ആ കെമിക്കൽസ്, കൊളസ്ട്രോൾ കൂട്ടാനുള്ള ചാൻസ് ഉള്ള കെമിക്കൽസിനെ ആ ഫിൽറ്റർ ചെയ്ത് കളയുന്നു. അതിനുശേഷമാണ് നമുക്ക് ഫിൽറ്റർ കോഫി ആയിട്ട് കിട്ടുന്നത്. സോ ഫിൽറ്റർ കോഫിയാണ് സാധാരണ കോഫിയേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അത് മാത്രമല്ല, കുട്ടികൾ അമിതമായി കോഫി കുടിക്കുന്നതും അത്ര നല്ലതല്ല. കുട്ടികളിൽ ഒരു ലിമിറ്റ് ഉണ്ടാക്കുക. കോഫി കുടിക്കുന്നതിൽ ഒരു ലിമിറ്റ് വയ്ക്കുക. എന്ത് കഴിച്ചാലും നമുക്ക് അതിനൊരു കൺട്രോൾ, ഒരു അളവ് വേണം. കാരണം ഡെയിലി ഒരു 10-20 കോഫി കുടിക്കുക എന്നല്ല പറയുന്നത്. മാക്സിമം അത്രയും ഒരുപാട് കോഫി കുടിക്കുന്നവരാണെങ്കിൽ മാക്സിമം ഒരു 2-3-4 കോഫി കുടിക്കുക. അതിനപ്പുറം കോഫി കുടിക്കാതിരിക്കുക. ഡെയിലി 1-2 കോഫി ആയിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞു വന്നത് നമ്മുടെ കോഫി നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ കുടിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അതിൻ്റെ ഗുണവും ദോഷവും ഇരിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം, പീരീഡ് ടൈമിൽ മാക്സിമം കോഫി നമ്മൾ ഒഴിവാക്കുക. കാരണം ഈ ടൈമിൽ നമ്മൾ കോഫി കുടിച്ചാൽ നമുക്ക് ഉണ്ടാകുന്ന ക്രാംസ്, വയറുവേദന, ക്രാംസ് ഒക്കെ കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം കോഫി കുടിക്കുന്നതിനോടൊപ്പം അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ, പീരീഡ് ടൈമിൽ കോഫി കുടിക്കുന്നത് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മാക്സിമം 1 കപ്പ് കോഫിയൊക്കെ കുടിക്കുക. മാക്സിമം കോഫി കുടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം അതിൽ നിന്ന് നമുക്ക് ബ്ലോട്ടിങ്, ഡിസ്കംഫേർട്ട്, വയറുവേദന, പീരീഡ് ക്രാം ഇവയ്ക്കൊക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ പീരീഡ് ടൈമിൽ കോഫി കുടിക്കുന്നത്. സോ മാക്സിമം പീരീഡ് ടൈമിൽ കോഫി കുടിക്കാതിരിക്കുക. കോഫി നമ്മുടെ എല്ലാവരുടെയും ആരോഗ്യത്തിന് യോജിച്ചതല്ല. കാരണം IBS, ഓവർ ആക്റ്റീവ് ബ്ലാഡർ, എപ്പോഴും യൂറിനേറ്റ് ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് മാക്സിമം കോഫിയുടെ ഉപയോഗം കുറയ്ക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കോഫി നല്ലതാണ് നമ്മുടെ സ്കിൻ കെയറിനാകട്ടെ, ഹെൽത്തിനാവട്ടെ. ബട്ട് അത് അൺഹെൽത്തി ആക്കാതിരിക്കുക. കാരണം അതിൻ്റെ ഉപയോഗം നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കുക. അങ്ങനെയാണെങ്കിൽ കോഫി കൊണ്ട് നമുക്ക് ബെനിഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാകുക. ബട്ട് നമ്മൾ ഓവറായിട്ട് കോഫി ഉപയോഗിച്ചാൽ ഉത്കണ്ഠ, ഉറക്കക്കുറവ്, അസ്വസ്ഥത തുടങ്ങിയവയ്ക്കൊക്കെ കാരണമാകുന്നുണ്ട്. ഉറക്കക്കുറവുള്ളവരും കോഫി കുടിക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. സോ എന്ത് കഴിച്ചാലും അതിനൊരു കൺട്രോൾ വെക്കുക, കഴിക്കേണ്ട രീതിയിൽ കഴിക്കുക. വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അൻറ്റിൽ ദെൻ ബൈ.